ഉണ്ടാവുമെന്നറിയാം. പിന്നീട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നോക്കുമ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏയ് ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അറിയില്ലേ രാജന്റെ. ഓ ആ, അപ്പൊ ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് ഫോൺ ചെയ്യാൻ കുട്ടിയുടെ വന്നിരുന്നല്ലോ. രാജിയെ ആ ആ വീട്ടില് പറയാണ്ടാ പോന്നതേ. കാണാണ്ടായപ്പോ എല്ലാരും പേടിച്ചു. സുഭദ്ര സ്വതവേ പരിഭ്രമക്കാരിയാണല്ലോ. ബോധം കിട്ടു. ഇങ്ങനെ കൂടെ കൂടെ ബോധക്കേട് വരണത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഒക്കെ വന്നു. ഒരു ചെക്കപ്പ് വേണം. അത് നാട്ടിൽ പോരാ, അമേരിക്കയിൽ തന്നെ വേണമെന്നാ അവരുടെയൊക്കെ അഭിപ്രായം. ജോൺ ലീവ് കഴിഞ്ഞു പോകുമ്പോ സുഭദ്രയെ കൂടെ കൊണ്ടുപോകണം. കുട്ടിയും കൂടെ ഉണ്ടാവും. അത് പറയാനാ ഞാൻ വന്നത്. ഞാൻ തിരിച്ചു പോകുന്ന കാര്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല. മകന് ഇവിടെ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ശരിയാക്കണം. പിന്നെ വസ്തുവിന്റെ പേരിൽ ഒരു കേസുണ്ട്. അപ്പോ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റൂ. ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ അത് ഉടനെ വേണ്ടതല്ലേ? അതെ, അതാണല്ലോ പ്രശ്നം. ഇപ്പൊ എന്താ ഒരു വഴി? പാസ്പോർട്ടൊക്കെ ഞാൻ ശരിയാക്കാം. അമേരിക്കയിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് വേണം, വിസ വേണം. ജോൺ ഒരു കാര്യം ചെയ്താൽ മതി. രാജനെ വിളിച്ച് വിവരം പറയണം. സുഭദ്രയുടെ അവസ്ഥ ഇതാണെന്ന് പറയണം. ഒന്നുകിൽ വന്നു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആരെയെങ്കിലും കൂട്ടി അങ്ങോട്ട് അയക്കാം. ജോൺ സംസാരിച്ചിട്ട് വിവരം എന്നെ അറിയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടാണ് അയക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് അറിയിക്കാം. ആ, കുട്ടികളെയും കൂട്ടി ഒരു ദിവസം അക്കരയ്ക്ക് വരണം. മേഴ്സി, അല്ല, കുട്ടികളെയും കൂട്ടിട്ടേ. ഉവ് ആ, കുടിക്കാൻ ഒന്നും വേണ്ട. വീട്ടിൽ ഇറങ്ങിയാൽ പിന്നെ ഒന്നും കഴിക്കുക പതിവില്ല. വാടോ. ഓ, ആ, രാജനോട് സംസാരിക്കുമ്പോ ഇതൊക്കെ ജോണിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി. ഓ ഓ